പ്രതീക്ഷകൾ അർപ്പിക്കാൻ കഴിയുക. നട്ടെല്ല് നിവർത്തിക്കൊണ്ട് ഇന്ത്യയുടെ തിരുവോരങ്ങളിൽ അക്രമം കാണിക്കുന്നവരെ, അനീതിയുടെ വക്താക്കളെ താനൊരു തമ്മാടിയും അക്രമകാരിയുമായ ഭരണാധികാരിയാണെന്ന് വിളിച്ചു പറയാൻ നട്ടെല്ലുള്ളൊരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയുടെ തിരുവോരത്ത് ആവശ്യമാണെന്ന ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പിറവികൊണ്ടൊരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് പ്രിയപ്പെട്ട മനുഷ്യരെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ. ഇത് വെറുതെ പറഞ്ഞു വെക്കുന്നതല്ല. ഞങ്ങളുടെ പ്രഥമ പ്രസിഡന്റ് അഭിമാനത്തോടെ അഹങ്കാരത്തോടെ പറയട്ടെ, വാർദ്ധക്യത്തിന്റെ അർബുദമെന്ന മഹാമാരിയുടെ വെല്ലുവിളികൾ ഏറ്റുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിച്ചു വെക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഈ അബൂബക്കർ എന്ന മനുഷ്യന് തീഹാറിന്റെ ജയിലിന്റെ ഇരുട്ടറയിൽ വർഷങ്ങളായി കിടക്കുന്ന കേട്ടോ. സംഘപരിവാരം അതിനെ ചൂണ്ടിക്കാണിച്ച് ഞങ്ങളോട് പറയുകയാണ് മിണ്ടാതിരിക്കുക എന്ന്. ഞങ്ങളുടെ പ്രിയപ്പെട്ട നിലവിലെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ദേശീയ അമരക്കാരൻ മൊയ്തീൻ കുട്ടി ഫൈസി ഞങ്ങളൊക്കെ സ്നേഹത്തോടെ വിളിക്കുന്ന MK ഫൈസി എവിടെയാണെന്നറിയോ? ഭരണകൂട വേട്ടക്കിരയായിക്കൊണ്ട് ജയിലറയുടെ ഇരുട്ടറയിലാണ് കിടക്കുന്നത് കേട്ടോ. എന്തിനാണ് കിടക്കുന്നതെന്നറിയോ? ഈ സംഘപരിവാരത്തിന്റെ കണ്ണുരുട്ടലുകൾക്ക് മുമ്പിൽ ഈ തെരുവങ്ങ് മനം മുരുകി കുരിഞ്ഞു നിൽക്കുമ്പോ ഈ തെരുവിന് കൈക്കൊടുത്ത് അങ്ങനെ ഒതുങ്ങി കൊടുക്കണ്ട, എണീച്ചു നിൽക്കുക എന്ന് പറഞ്ഞ് ഇന്ത്യയുടെ അഷ്ടദിക്കുകളെ, ഇന്ത്യയിലെ സംഘപരിവാരത്തിനെതിരെ വർത്തമാനം പറയുന്ന ഒരു മണ്ണാക്കി മാറ്റുന്നതിന് വേണ്ടി പണിയെടുത്തതിന്റെ പേരില് ഞങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാർ ജയിലിലാണ്. പെരുമ്പിലാവിലെ മനുഷ്യരെ, നിങ്ങൾക്ക് ചില പേരുകൾ ഞാൻ പറയുകയാണ്, മറന്നു കളയരുത് കേട്ടോ. ചില പേരുകൾ നമ്മുടെ മനസ്സിൽ നമ്മൾ കൊത്തിയിട്ട് കൊള്ളണം. എന്തിനാണ് അവരിതൊക്കെ അനുഭവിച്ചതെന്നറിയോ? എന്റെയും നമ്മളുടെയും വരുംകാല തലമുറയുടെയും ശുഭകരമായ ഒരു ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജയിലറ പുൽകുന്ന അവരേത് രാഷ്ട്രീയ പാർട്ടിയായിക്കൊള്ളട്ടെ, അവരേത് പാർട്ടിയുടെ കൊടി പിടിച്ചതായിക്കൊള്ളട്ടെ, നിങ്ങൾ ഉമർ ഖാലിദ് എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥി